ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. കാർഷിക മേഖലയിൽ രാജ്യം 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം എന്ന പുതുചരിത്രം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതി കൃഷി മേഖലയിലേക്ക് കൂടുതൽ യുവാക്കൾ കടന്നുവരുന്നതായി മൻ കി ബാത്തിൽ പരാമർശം. യുവാക്കളുടെ സമർപ്പണമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി. കായികരംഗത്തെ നേട്ടങ്ങൾ പ്രചോദനകരമെന്നും പ്രധാനമന്ത്രി. നാവികസേന സ്വയം പര്യാപ്തതയിലേക്ക് അതിവേഗം നീങ്ങുന്നത് അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20 ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് സമ്മാനിച്ച കരകൌശല ഉൽപ്പന്നങ്ങളിൽ കേരളത്തിന്റെ മാന്നാർ ഉരുളിയെക്കുറിച്ചും പരാമർശം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദിത്വ ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയിൽ രാജ്യം 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം എന്ന പുതുചരിത്രം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 128ാം പതിപ്പിൽ ആകാശവാണിയിലൂടെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പ്രകൃതി കൃഷി മേഖലയിലേക്ക് കൂടുതൽ യുവാക്കൾ കടന്നുവരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. दक्षिण भारत में नेचुरल फार्मिंग को लेकर हो रहे प्रयासों को देखकर मैं बहुत प्रभावित हुआ. कितने ही युवा हाईली क्वालिफाइड प्रोफेशनल अब नेचुरल फार्मिंग फील्ड को अपना रहे हैं. नेचुरल फार्मिंग भारत की प्राचीन परंपराओं का हिस्सा रही है और हम सभी का कर्तव्य है कि धरती माँ की रक्षा के लिए इसे निरंतर बढ़ावा दें. യുവാക്കളുടെ സമർപ്പണമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ കായിക രംഗത്തെ നിരവധി നേട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം മൻ കി ബാത്തിൽ പരാമർശിച്ചു. വനിതാ ബ്ലൈൻഡ് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമുമായി സംവദിച്ചതിന്റെ അനുഭവങ്ങളും അദ്ദേഹം പങ്കുവച്ചു. കായിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ ഒന്നായ ഈ നേട്ടം നാം ഓരോരുത്തർക്കും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. നാവികസേന സ്വാശ്രയത്വത്തിലേക്ക് അതിവേഗം നീങ്ങുന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സമ്പന്നമായ ചരിത്ര പൈതൃകമുള്ള മാഹി എന്ന സ്ഥലത്തിന്റെ പേരിലാണ് INS മാഹിക്ക് ആ പേര് നൽകിയിരിക്കുന്നത്. ഈ യുദ്ധക്കപ്പലിന്റെ ചിഹ്നത്തിന് കളരിപ്പയറ്റിൽ ഉപയോഗിക്കുന്ന ഉറുമിയോട് സാമ്യമുണ്ടെന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയതായി ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. पिछले हफ्ते मुंबई में INS माहे को भारतीय नौसेना में शामिल किया गया. इसका माहे नाम उस स्थान माहे के नाम पर रखा गया है जिसकी एक समृद्ध ऐतिहासिक विरासत रही है. केरला और तमिलनाडु के कई लोगों ने इस बात पर गौर किया कि इस युद्धपोत का क्रेस्ट, उरुमी और कलारिय पट्टू की पारंपरिक लचीली तलवार की तरह दिखाई पड़ता है. നാവികസേനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താൽപര്യമുള്ളവർ ഫോർട്ട് കൊച്ചിയിലെ INS ദ്രോണാചാര്യയിലുള്ള നേവൽ മാരിടൈം മ്യൂസിയം പോലുള്ളവയും സ്മാരകങ്ങളും സന്ദർശിക്കണമെന്നും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. G20 ഉച്ചകോടിയിൽ നിരവധി ലോക നേതാക്കൾക്ക് നൽകിയ സമ്മാനങ്ങളിൽ വോക്കൽ ഫോർ ലോക്കൽ എന്ന ആശയം പ്രതിഫലിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ മാന്നാറിൽ നിന്നുള്ള അതിമനോഹരമായ പിച്ചള ഉരുളി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതിനെക്കുറിച്ച് മൻ കി ബാത്തിൽ ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. ऑस्ट्रेलिया के प्रधानमंत्री को मैंने ब्रास उर्ली भेंट की. ये केरला के मन्नार का एक उत्कृष्ट शिल्प है. मेरा उद्देश्य था कि दुनिया भारत के शिल्प, कला और परंपरा के बारे में जाने और हमारे कारीगरों की प्रतिभा को ग्लोबल मंच मिले. മൻ കി ബാത്തിൽ മാന്നാർ ഉരുളിയെക്കുറിച്ച് പരാമർശിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് മാന്നാറിലെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അനിൽ S. അമ്പിളി ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. ഊട്ട് പാത്ര നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഏറ്റവും പ്രശസ്തമായ ഒരു നാമധേയമാണ് മാന്നാർ. ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഏറ്റവും വലിയ വാർപ്പ് ഉൽപ്പാദിപ്പിച്ച മാന്നാറിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വിളക്ക് ഉൽപ്പാദിപ്പിച്ചത് മാന്നാറിലാണ്. സെക്രട്ടേറിയറ്റിന് മുമ്പിലിരിക്കുന്ന എംബ്ലം ചെയ്തത് മാന്നാറിലാണ്. അങ്ങനെ പല റെക്കോർഡുകൾക്കും മാന്നാറിലെ ഈ വ്യാപാരം പ്രശസ്തമാണ്. കുരുക്ഷേത്രയിലെ ബ്രഹ്മസരോവറിൽ നടന്ന അന്താരാഷ്ട്ര ഗീതാ മഹോത്സവത്തിൽ ലോകമെമ്പാടുമുള്ളവർ ഗീതയാൽ പ്രചോദിതരാകുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മറ്റന്നാൾ ആരംഭിക്കുന്ന കാശി തമിഴ് സംഗമം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള പ്രധാന വേദിയായി മാറും. എല്ലാവരും കാശി തമിഴ് സംഗമത്തിന്റെ ഭാഗമാകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2 दिसंबर से काशी के नमो घाट पर चौथा काशी तमिल संगमम शुरू हो रहा है. काशी के लोगों से जब भी बात होती है
तो वो हमेशा बताते हैं कि काशी तमिल संगमम का हिस्सा बनना उन्हें बहुत अच्छा लगता है। यहाँ उन्हें कुछ नया सीखने और नए नए लोगों से मिलने का अवसर मिलता है। രാജ്യത്തെ ശീതകാല ടൂറിസത്തിന്റെ വർദ്ധിച്ചു വരുന്ന സാധ്യതകളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. പല രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയുടെ നെടും തൂണായി ശീതകാല ടൂറിസം മാറിയിരിക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഉത്തരാഖണ്ഡിലും വിന്റർ ഗെയിംസ് സംഘടിപ്പിക്കാൻ പോകുന്നതായി അദ്ദേഹം അറിയിച്ചു. ശീതകാലത്ത് ഏറെ ശ്രദ്ധ നൽകണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിന്റെ 128ാം പതിപ്പ് ഉപസംഹരിച്ചത്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സർക്കാർ സഹകരണം തേടും. നാളെ മുതൽ ഡിസംബർ 19 വരെയാണ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം. കേരളം, തമിഴ്നാട്, ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അടുത്ത മാസം 11 വരെ എന്യൂമറേഷൻ ഫോമുകൾ തിരികെ നൽകാം. ഡിസംബർ 16 കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 2026 ഫെബ്രുവരി 14 അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതം. സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ. തിരുവനന്തപുരം നഗരസഭയിലുള്ള പ്രകടന പത്രിക NDA പുറത്തിറക്കി. ഡിസംബർ 9, 11 തീയതികളിലാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ദിത്വ ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 24 മണിക്കൂറിൽ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങൾക്ക് സമാന്തരമായി വടക്കോട്ട് നീങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. ചെന്നൈ, ചെങ്കൽപ്പേട്ട്, കാഞ്ചീപുരം തുടങ്ങിയ ഇടങ്ങളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ദിത്വ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കൻ വിമാനത്താവളത്തിൽ കുടുങ്ങിയ മലയാളികളെ തിരികെ നാട്ടിലെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി S ജയശങ്കറിന് കത്തയച്ചു. കുടുങ്ങിയവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റ് സൌകര്യങ്ങളും ഉറപ്പാക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ അഭ്യർത്ഥിച്ചു. അന്തരിച്ച കൊയിലാണ്ടി MLA കാനത്തിൽ ജമീലയുടെ സംസ്കാരം മറ്റന്നാൾ നടക്കും. അർബുദബാധിതയായി ഏറെ നാളായി ചികിത്സയിലായിരുന്ന കാനത്തിൽ ജമീല ഇന്നലെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു മരിച്ചത്. ജമീലയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ AN ഷംസീർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. ദേശീയ സ്കൂൾ ഗെയിംസിന്റെ സീനിയർ വിഭാഗം അത്ലറ്റിക്സിൽ കേരളം ഓവറോൾ ചാമ്പ്യന്മാർ. 67 പോയിന്റ് നേടിയാണ് സംസ്ഥാനത്തിന്റെ മുന്നേറ്റം. ആൺകുട്ടികളുടെ 110 മീറ്റർ ഹേർഡിൽസിൽ മിന്നും പ്രകടനത്തിലൂടെ കേരളത്തിന്റെ ഫസലുൽ ഹഖ് CK ഗെയിംസിലെ മികച്ച താരമായി. ഗുരുവായൂർ ഏകാദശി നാളെ ദേവസ്വം വക ഉദയാസ്തമയ പൂജയോടെ സമുചിതമായി ആഘോഷിക്കാനുള്ള ഒരുക്കം പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ എന്നിവർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. ഏകാദശി നാളിൽ പൊതുവരിയിൽ നിൽക്കുന്ന ഭക്തർക്ക് ദർശനത്തിന് ഇത്തവണയും പ്രഥമ പരിഗണന നൽകും. രാവിലെ 5 മുതൽ വൈകിട്ട് 5 വരെ സ്പെഷ്യൽ ദർശനം അനുവദിക്കുന്നതല്ല. ക്ഷേത്രമതിലകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയന പ്രദക്ഷിണം, ചോറൂണ് കഴിഞ്ഞ കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവ ഉണ്ടായിരിക്കില്ല. പ്രാദേശികം, സീനിയർ സിറ്റിസൺ എന്നിവരുടെ ദർശനം പുലർച്ചെ 3:30 തുടങ്ങി 4:30 അവസാനിക്കും. വയനാട് ജില്ലാ കളക്ടറുടെ ചിത്രം പ്രൊഫൈലാക്കിയ വാട്സ്ആപ്പ് അക്കൌണ്ട് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്തുന്നതായി റിപ്പോർട്ട്. നിരവധി പേർക്കാണ് ഇത്തരത്തിൽ പണം ആവശ്യപ്പെട്ട സന്ദേശങ്ങൾ ലഭിച്ചത്. പണം നൽകി ആരും വഞ്ചിതരാകരുതെന്ന് ജില്ലാ കളക്ടർ DR മേഘശ്രീ അറിയിച്ചു. ശബരിമല മണ്ഡലകാലം 2 ആഴ്ച പൂർത്തിയാകുമ്പോൾ ദർശനം നടത്തിയ ഭക്തരുടെ എണ്ണം 12 ലക്ഷത്തോടടുക്കുന്നു. ഇന്നലെ താരതമ്യേന തിരക്ക് കുറവായിരുന്നതിനാൽ ഭക്തർക്ക് സുഗമമായ ദർശനം ലഭിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാർഷിക മേഖലയിൽ രാജ്യം 357 ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം എന്ന പുതുചരിത്രം സൃഷ്ടിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രകൃതി കൃഷി മേഖലയിലേക്ക് കൂടുതൽ യുവാക്കൾ കടന്നുവരുന്നതായും മൻ കി ബാത്തിൽ പരാമർശം. യുവാക്കളുടെ സമർപ്പണമാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി. കായികരംഗത്തെ നേട്ടങ്ങൾ പ്രചോദനകരമെന്നും പ്രധാനമന്ത്രി. നാവികസേന സ്വയം പര്യാപ്തതയിലേക്ക് അതിവേഗം നീങ്ങുന്നത് അഭിമാനകരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. G20 ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്ക് സമ്മാനിച്ച കരകൌശല ഉൽപ്പന്നങ്ങളിൽ കേരളത്തിന്റെ മാന്നാർ ഉരുളിയെക്കുറിച്ചും പരാമർശം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ദിത്വ ചുഴലിക്കാറ്റിന്റെ വേഗത കുറഞ്ഞതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ മഴ മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.